ഹലോ ഗെയ്സ്, 8:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി 8:45 ബസ് കൃത്യമായി പിടിച്ചോണ്ടിരുന്ന ഞാൻ ഇപ്പൊ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 8:45 കഴിഞ്ഞിട്ടാണ്. പിന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് 9:30 മുന്നേ ഞാൻ ക്ലാസ്സിലെത്തും. ഇപ്പൊ വന്ന് ബ്ലോക്ക് കിട്ടാത്തത് എന്റെ എന്തോ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഫസ്റ്റ് അവറിലെ അറ്റൻഡൻസ് ഗോവിന്ദ. ഇന്നാണെങ്കിൽ ഞങ്ങളുടെ കോളേജിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സാധാരണ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ടേക്ക് സെലിബ്രേഷനാണ്, പക്ഷെ ഇപ്രാവശ്യം 3 മണി കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു 3:30 കഴിഞ്ഞാണ് തുടങ്ങിയത്. പോസ്റ്ററിൽ 3 മണി എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് ഷോർട്ട് അവർ കിട്ടുമെന്ന് വിചാരിച്ച ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഞങ്ങൾ ഫുൾ ക്ലാസ്സും അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ഇത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ഭ്രാന്ത് കാണിക്കുന്നതാണ്, അത് മൈൻഡ് ആക്കണ്ട. എന്റെ ലിബാം എടുക്കാൻ മറന്നുപോയത് കൊണ്ട് തന്നെ കുറച്ച് ലിബാം മേടിച്ച് തേച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചുണ്ടൊക്കെ എരിഞ്ഞിട്ട് വയ്യായിരുന്നു. ഞാൻ മാത്രമല്ല എന്റെ ഫ്രണ്ടും തേച്ചു. അവക്കും എരിയുന്നുണ്ട് എനിക്കും എരിയുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് പിന്നെ എന്താണെന്നും ഏതാണെന്നൊന്നും ഞാൻ എടുത്തു പറയണ്ടല്ലോ അല്ലേ. റീൽസ് കാണുന്ന എല്ലാവർക്കും സുപരിചിതമായിരിക്കും നമ്മുടെ സ്വന്തം ചായ് കപ്പിൾസ്. അങ്ങനെ അതായത് നമ്മുടെ കോളേജിലും വന്ന് കേസ്. പിന്നെ കുറച്ച് ക്യൂ നിന്നിട്ടാണെങ്കിലും ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കി. സംഭവം നൈസാണ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ജെനുവിൻ റിവ്യൂ പറഞ്ഞാൽ അത്രയില്ല. ബൺ നല്ല കിഡിലോസ്കി സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ബണ്ണായിരുന്നു. എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കോളേജ് സെലിബ്രേഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ കൾച്ചറൽസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. നമുക്ക് പിന്നെ മുഴുവൻ പ്രോഗ്രാമും കാണാൻ വേണ്ടി പറ്റിയില്ല, കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലിബ്രേഷൻ നാളെയുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടല്ലോ നമുക്ക്. അല്ലെങ്കിലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ തലേ ദിവസം വൈകുന്നേരമാണ് പാട്ട് സെലക്ട് ചെയ്യാൻ തന്നെ ഇരിക്കുന്നത്. പിന്നെ ആകെ 2 ഡാൻസ് പഠിച്ചു. ബാക്കിയൊക്കെ ഇനി നാളെ രാവിലെ വന്ന് പഠിക്കുക കളിക്കുക. ഞങ്ങളുടെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ വരുന്ന വഴി ഒരു നാരങ്ങ വെള്ളം കുടിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ാണിത്. പിന്നെ കുറച്ചു നേരം നിന്നപ്പോഴാണ് ബസ് കിട്ടിയത്. അങ്ങനെ ബസ് കിട്ടി നമ്മൾ തിരികെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.